JNUവിലെ ജാതി അധിക്ഷേപത്തിൽ വൈസ് ചാൻസലർക്കെതിരെ പ്രതിഷേധം കടുപ്പിച്ച് JNU വിദ്യാർത്ഥികൾ. വിദ്യാഭ്യാസ മന്ത്രാലയത്തിലേക്ക് വിദ്യാർത്ഥികളുടെ ലോങ് മാർച്ച്. സർവകലാശാലയ്ക്കകത്തും പുറത്തും വൻ പോലീസ് സന്നാഹം. ഡൽഹി പോലീസ് പൂട്ടിയ പ്രധാന ഗേറ്റ് വിദ്യാർത്ഥികൾ തകർത്തു. പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നു. തൗഫീഖ് അസ്ലം വിശദാംശങ്ങൾ നൽകും. തൗഫീഖ്, സംഘർഷ സമാനമായ സാഹചര്യം അവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. വലിയ വിദ്യാർത്ഥി രോഷം ആളിക്കത്തുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങൾ കൂടി കാണാം. എന്ത് സംഭവിക്കുന്നു അവിടെ? സൈഫുദ്ദീൻ, വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നുകൊണ്ട് കനത്ത പ്രതിഷേധമാണ് ഉയരുന്നത്. വൈസ് ചാൻസലർ രാജിവെക്കണം, രോഹ്താക്കി നടപ്പാക്കണം. ഈ രണ്ട് ആവശ്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് വിദ്യാഭ്യാസ മന്ത്രാലയത്തിലേക്ക് ക്യാമ്പസിനകത്തു നിന്ന് വിദ്യാർത്ഥികളുടെ പ്രതിഷേധം ആരംഭിച്ചത്. ആ പ്രതിഷേധം തടയാനായിട്ട് ക്യാമ്പസിന്റെ പ്രധാന കവാടം പോലീസ് ലോക്ക് ചെയ്തിരുന്നു. 3 ലോക്കുകൾ ഉപയോഗിച്ചാണ് അത് പൂട്ടിയത്. ആ 3 ലോക്കുകളും തകർത്തുകൊണ്ട് വിദ്യാർത്ഥികൾ ഇപ്പോൾ മുന്നോട്ടെത്തിയിരിക്കുകയാണ്. അതിനുശേഷം പോലീസിന്റെ ബാരിക്കേഡുകളെല്ലാം എടുത്തു നീക്കി. ഇനി 2 റോ ബാരിക്കേഡുകൾ മാത്രമാണ് എടുത്തു നീക്കാനുള്ളത്. ഈ ബാരിക്കേഡ് മറികടന്ന് തങ്ങൾ മുന്നോട്ട് പോകുമെന്നാണ് വിദ്യാർത്ഥി സംഘടനകൾ പറയുന്നത്. വലിയ പ്രതിഷേധം തന്നെ ഉയരുന്നുണ്ട്. കഴിഞ്ഞ ദിവസവും ജാതി അധിക്ഷേപവുമായി ബന്ധപ്പെട്ട് വൈസ് ചാൻസലർ രാജിവെക്കണമെന്ന് വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടിരുന്നു. വൈസ് ചാൻസലറുടെ രാജി ആവശ്യപ്പെട്ട് കഴിഞ്ഞ ഒരാഴ്ചയിലധികമായി വിദ്യാർത്ഥികൾ ക്യാമ്പസിനകത്ത് പ്രതിഷേധിച്ചു വരികയാണ്. ആ പ്രതിഷേധത്തിനിടയിൽ കഴിഞ്ഞ ദിവസം വിദ്യാർത്ഥികൾക്ക് നേരെ കല്ലേറുണ്ടായി. ABVP പ്രവർത്തകരാണ് തങ്ങൾക്ക് നേരെ കല്ലെറിഞ്ഞതെന്ന് വിദ്യാർത്ഥികൾ ആരോപിച്ചിരുന്നു. അതിനുശേഷവും വലിയ പ്രതിഷേധവുമായി വിദ്യാർത്ഥികൾ മുന്നോട്ട് പോവുകയാണ്. ഏറ്റവും ഒടുവിലാണ് ഇത് ഉച്ചയോടുകൂടി സർവകലാശാലക്കകത്ത് വിദ്യാർത്ഥികളോട് എത്താനായിട്ട് വിദ്യാർത്ഥി സംഘടനകൾ നിർദ്ദേശം നൽകിയത്. വിദ്യാഭ്യാസ മന്ത്രാലയത്തിലേക്ക് ഒരു ലോങ് മാർച്ചാണ് വിദ്യാർത്ഥികൾ ആവിഷ്കരിച്ചിരുന്നത്. ആ ലോങ് മാർച്ച് സർവകലാശാലയുടെ പ്രധാന കവാടത്തിൽ എത്തിയ ഉടൻ തന്നെ പോലീസ് തടയുകയാണുണ്ടായത്. പോലീസിന്റെ ബാരിക്കേഡുകൾ മറികടന്നുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ശ്രമങ്ങളാണ് വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നുകൊണ്ട് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വൈസ് ചാൻസലർ രാജിവെക്കുന്നത് വരെ തങ്ങളുടെ പ്രതിഷേധം മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് വിദ്യാർത്ഥി സംഘടനകൾ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. JNU വിദ്യാർത്ഥി യൂണിയന്റെ നേതൃത്വത്തിലാണ് ഈ പ്രതിഷേധം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. എല്ലാ വിദ്യാർത്ഥി സംഘടനകളും ഇപ്പോൾ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടുണ്ട്. ABVP ഒഴികെയുള്ള എല്ലാ വിദ്യാർത്ഥി സംഘടനകളും ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായിരിക്കുകയാണ്. സർവകലാശാലയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വിദ്യാർത്ഥി വിരുദ്ധ നിലപാടുകളാണ് സർവകലാശാലയുടെ ഭാഗത്തു നിന്നുകൊണ്ട് ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് വൈസ് ചാൻസലറുടെ ഭാഗത്തു നിന്നുകൊണ്ട് ജാതി അധിക്ഷേപം ഉണ്ടാകുന്നു, ദളിതർക്കെതിരെ സംഘടിതമായിട്ടുള്ള ആക്രമണങ്ങൾ സർവകലാശാലക്കകത്തുണ്ടാകുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് വിദ്യാർത്ഥി യൂണിയൻ ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത്. ഈ കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ട് VCയെ പുറത്താക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് വിദ്യാഭ്യാസ മന്ത്രാലയത്തിലേക്ക് ക്യാമ്പസിനകത്ത് നിന്നുകൊണ്ട് മാർച്ച് ആരംഭിച്ചത്. ആ മാർച്ച് ആരംഭിച്ച ഉടൻ തന്നെ സർവകലാശാലയുടെ പ്രധാന കവാടത്തിൽ പോലീസും JNU സെക്യൂരിറ്റിയും വിദ്യാർത്ഥികളെ തടഞ്ഞു. ആ വിദ്യാർത്ഥികൾ ആ ഗേറ്റ് പൂർണ്ണമായും 3 ലോക്കുകളായിരുന്നു ആ ഗേറ്റിന് പോലീസ് ഇട്ടിരുന്നത്. ആ 3 ലോക്കുകളും വിദ്യാർത്ഥികൾ തകർത്ത് മുന്നോട്ട് കുതിക്കുകയായിരുന്നു. ശേഷം പോലീസിന്റെ ബാരിക്കേഡ് ഉണ്ടായിരുന്നു. ആ പോലീസിന്റെ ബാരിക്കേഡും ആ വിദ്യാർത്ഥികൾ ഇപ്പോൾ തകർത്തിട്ടുണ്ട്. ചില വിദ്യാർത്ഥികളെ പോലീസ് ഇതിനോടൊപ്പം തന്നെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അവരാണ് ആ പോലീസിന്റെ വാഹനത്തിൽ ഉള്ളത്. കാരണം ഇനിയും ഈ ബാരിക്കേഡ് മറികടന്ന് മുന്നോട്ട് വന്നാൽ തങ്ങളെ കസ്റ്റഡിയിലെടുക്കുമെന്ന് വിദ്യാർത്ഥികൾ പറയുകയുണ്ടായി. അത് പോലീസ് പറയുകയുണ്ട്. അതുകൊണ്ട് വിദ്യാർത്ഥികൾ പോലീസിന്റെ ബാരിക്കേഡ് മറികടന്നുകൊണ്ട് മുന്നോട്ട് വരാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. ഇതിനോടൊപ്പം തന്നെ 5-6 വിദ്യാർത്ഥികളെ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തവരെ ആ വാഹനത്തിൽ വെച്ചിരിക്കുകയാണ്. വലിയ പ്രതിഷേധം ആ വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നുകൊണ്ട് ഉയരുകയാണ്. വരും ദിവസങ്ങളിലും VCയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് തന്നെയാണ് വിദ്യാർത്ഥി സംഘടനകൾ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസവും വ്യാപകമായിട്ടുള്ള പ്രതിഷേധങ്ങൾ സർവകലാശാലക്കകത്തുണ്ടായിരുന്നു. കാരണം നിരന്തരമായിട്ട് ഇത്തരത്തിലുള്ള അധിക്ഷേപങ്ങൾ നടത്തുന്ന വിദ്യാർത്ഥി വിരുദ്ധ സമീപനങ്ങൾ സർവകലാശാലയുടെ ഭാഗത്തു നിന്നുകൊണ്ട് ഉണ്ടാകുന്നു. വിദ്യാർത്ഥികളുടെ പ്രതിഷേധം ഉണ്ടായിട്ട് പോലും അതിനെ ഒന്നും അംഗീകരിക്കാത്ത രീതിയിലുള്ള നിലപാടുകളാണ് സർവകലാശാലയുടെ ഭാഗത്തു നിന്നുകൊണ്ട് ഉണ്ടാകുന്നു എന്നാണ് വിദ്യാർത്ഥി സംഘടനകൾ ഇപ്പോൾ ആരോപിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയിൽ വിദ്യാർത്ഥി സമരത്തിന് നേരെ കല്ലേറുണ്ടായിരുന്നു. ആ കല്ലേറിന് ശേഷം വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും വിദ്യാർത്ഥികളെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് നീക്കുകയാണ്. അതിനെതിരെ ബസ്സിലുള്ള വിദ്യാർത്ഥികളും വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇപ്പോൾ ഉയർത്തുന്നുണ്ട്. വിദ്യാർത്ഥികളെ മർദ്ദിക്കുന്ന സമീപനമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുകൊണ്ട് ഉണ്ടാകുന്നതെന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. സമാധാനപരമായിട്ടുള്ള ഒരു പ്രതിഷേധ മാർച്ചാണ് തങ്ങൾ ക്യാമ്പസിനകത്ത് സംഘടിപ്പിച്ചത്. ക്യാമ്പസിൽ നിന്ന് വിദ്യാഭ്യാസ മന്ത്രാലയത്തിലേക്ക് സമാധാനപരമായിട്ടുള്ള ഒരു മാർച്ചാണ് നടത്തിയത്. ആ മാർച്ചാണ് പോലീസ് സർവകലാശാലയ്ക്ക് പുറത്ത് തടഞ്ഞത്. അംബേദ്കറുടെ ചിത്രം ഉയർത്തിക്കൊണ്ടുള്ള പ്രതിഷേധ മാർച്ചാണ് തങ്ങൾ നടത്തിയതെന്നാൽ അതുപോലും നടത്താനായിട്ട് ഡൽഹി പോലീസ് തയ്യാറാകുന്നില്ല, സമ്മതിക്കുന്നില്ല എന്നാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾ ആരോപിക്കുന്നത്. പോലീസ് ഗുണ്ടകളെ പോലെ പെരുമാറുന്നു, BJPയുടെ ഗുണ്ടകളെ പോലെ പോലീസ് പെരുമാറുന്നു എന്നാണ് വിദ്യാർത്ഥികൾ ഇപ്പോൾ പറയുന്നത്. തങ്ങൾക്ക് മുന്നോട്ട് പോകാൻ അനുവദിക്കണം, വിദ്യാഭ്യാസ
വിദ്യാഭ്യാസ മന്ത്രാലയത്തിലേക്കാണ് തങ്ങൾ സമാധാനപരമായിട്ടാണ് തങ്ങളുടെ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. അത് ന്യായമായിട്ടുള്ള ആവശ്യങ്ങൾ ഉയർത്തിക്കൊണ്ടുള്ള ഒരു മാർച്ചാണ് തങ്ങളുടെ ഭാഗത്തുനിന്നുകൊണ്ട് ഉണ്ടായത്. എന്നാൽ ആ മാർച്ചിനെ പോലീസ് തടയുകയാണ്. വലിയ രീതിയിൽ പോലീസിനെ ഇന്ന് ഉച്ച മുതൽ തന്നെ സർവകലാശാലക്കകത്തും പുറത്തുമെല്ലാം ഡൽഹി പോലീസ് വിന്യസിച്ചു. ടിയർ ഗ്യാസുമായി ചില പോലീസ് ഉദ്യോഗസ്ഥർ ഈ ക്യാമ്പസിനകത്തേക്ക് പോയിരുന്നു. അതിനെതിരെയും വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ടായിരുന്നു. ആരാണ് ക്യാമ്പസിനകത്തേക്ക് ടിയർ ഗ്യാസുമായി എത്താനായിട്ട് പോലീസിന് അനുവാദം നൽകിയത് എന്ന കാര്യം കൂടി സർവകലാശാല വിദ്യാർത്ഥികൾ ചോദിച്ചിരുന്നു.